വാർത്തകൾ വിശദമായി. പരവൂർ വെടിക്കെട്ട് അപകടം അന്വേഷിക്കുന്ന സംഘം എഡിഎമ്മിനെ ചോദ്യം ചെയ്യും. വെടിക്കെട്ടിന് എഡിഎം വാക്കാൽ അനുമതി നൽകിയെന്നാണ് സൂചന. എന്നാൽ ഇക്കാര്യം എഡിഎം നിഷേധിച്ചു. അതിനിടെ കളക്ടറുടെ മൊഴി രേഖപ്പെടുത്താൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു. 8-ാം തീയതി താൻ നൽകിയ നിരോധന ഉത്തരവ് നടപ്പിലാക്കേണ്ട ബാധ്യത പോലീസിനാണെന്നിരിക്കെ അത് ലംഘിക്കപ്പെട്ടുവെന്ന് പ്രഥമദൃഷ്ട്യാ വ്യക്തമാണെന്നും സമ്മർദ്ദത്തിന് വഴങ്ങി പ്രവർത്തിച്ചതുകൊണ്ടാണ് ദുരന്തമുണ്ടായതെന്നും പോലീസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് കൊല്ലം എഡിഎം ഷാനവാസ് രംഗത്തെത്തി. ഇതായത് വളരെ കൃത്യമായി രേഖാമൂലം കൊടുത്ത ഒരു ഉത്തരവ് ലംഘിക്കപ്പെട്ടു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് 8-ാം തീയതി തന്നെ ബന്ധപ്പെട്ട പോലീസ് അധികാരികൾക്കും മറ്റുള്ളവർക്കുമെല്ലാം ഇത് കൊടുത്തിരുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് അവർക്കറിയാവുന്നതാണ്. 100-ലധികം പോലീസും ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തുണ്ടായിട്ടും ആരും തന്നെ നിയമലംഘനം നടക്കുന്നുവെന്ന് തന്നെ അറിയിച്ചില്ലെന്ന് എഡിഎം ചൂണ്ടിക്കാട്ടി. തഹസിൽദാർക്കോ വില്ലേജ് ഓഫീസർക്കോ നിയമപരമായി നടപടി സ്വീകരിക്കാമെന്നല്ലാതെ അതിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള യാതൊരു സംവിധാനവും അവർക്കില്ലെന്നും എഡിഎം പറഞ്ഞു. എന്നെ ഒന്ന് ഫോണിൽ ട്രേസ് ചെയ്യാനും എന്നോട് നേരിട്ട് ഈ ഒരു സത്യാവസ്ഥ വിളിച്ചറിയിക്കാൻ അവിടെ SI മുതൽ CI, DYSP, SP ബാക്കിയുള്ള അസംഖ്യം ഏതാണ്ട് 100 ചിലവാനും ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇവരിൽ ആരെങ്കിലും ഒരാൾ എന്നെ ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ സത്യാവസ്ഥ അറിയാവുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരാൾ പറയുന്നതിൻ്റെ ഫോൺ റെക്കോർഡുകളോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചിരുന്നു നമ്മളൊരു തെളിവെടുക്കേണ്ട കാര്യം എന്താണ്? അതേസമയം പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിന്റെ FIRന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു. മത്സരക്കമ്പമാണ് നടന്നതെന്നും കൂടുതൽ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചതിനെ ചോദ്യം ചെയ്തപ്പോൾ അത് വകവയ്ക്കാതെ അമ്പല കമ്മിറ്റി ഭാരവാഹികളായ 1, 2, 3 പ്രതികൾ 5, 6 പ്രതികളായ കരാറുകാരെ കൊണ്ട് മത്സരക്കമ്പത്തിന് തിരികൊളുത്തിച്ചുവെന്ന് FIRൽ പോലീസ് ആരോപിക്കുന്നു. മാത്രമല്ല പ്രതികൾ മത്സരക്കമ്പത്തിന് ഉത്സാഹത്തോടെ പ്രവർത്തിച്ചുവെന്നും FIRൽ കുറ്റപ്പെടുത്തുന്നു. അതേസമയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിദഗ്ധർ പരവൂരിലെത്തി അന്വേഷണം ആരംഭിച്ചു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം ജില്ലാ കളക്ടർ A. ഷൈനമോൾക്ക് മന്ത്രിസഭാ യോഗത്തിന്റെ രൂക്ഷ വിമർശനം. കളക്ടറുടെ പരസ്യ പ്രസ്താവന ഉചിതമായില്ലെന്ന വിലയിരുത്തലാണ് മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായത്. അപകടത്തിന്റെ ഉത്തരവാദി പോലീസ് എന്ന് കളക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു. പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കാൻ പോലീസ് തയ്യാറായിരുന്നുവെങ്കിൽ ദുരന്തം ഒഴിവാക്കാമായിരുന്നു. ദുരന്തത്തിന് വഴിവെച്ചത് പോലീസിന്റെ അലംഭാവവും വീഴ്ചയുമാണ്. പോലീസിന്റെ ഒത്താശയോടെയാണ് മത്സര വെടിക്കെട്ട് നടന്നത് എന്നീ കാര്യങ്ങൾ വിശദമാക്കിയാണ് കൊല്ലം ജില്ലാ കളക്ടർ ഷൈനാമോൾ നേരത്തെ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയത്. പക്ഷേ കളക്ടറുടെ ഈ പരസ്യ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രിസഭായോഗം കളക്ടറെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു. കളക്ടർ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി. ജുഡീഷ്യൽ അധികാരം പോലും ഉപയോഗിക്കാതെ കളക്ടർ പോലീസിന്റെ മേൽ കുതിര കയറുന്നത് ശരിയല്ലെന്നും മന്ത്രിസഭായോഗത്തിൽ പ്രതികരണമുണ്ടായി. കളക്ടർ പരസ്യ പ്രസ്താവന നടത്തിയത് ഉചിതമായില്ല. ദുരന്തത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ സർക്കാരിനെ കരിവാരി തേക്കാനാണ് കളക്ടർ ശ്രമിക്കുന്നതെന്നും റവന്യൂ മന്ത്രിയും മന്ത്രി ഷിബു ബേബി ജോണും മന്ത്രിസഭാ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ദുരന്തത്തിൽ പോലീസിന്റെ വീഴ്ച വിശദമാക്കുന്ന കളക്ടറുടെ റിപ്പോർട്ടും മന്ത്രിസഭായോഗം ചർച്ചയ്ക്കെടുക്കാതെ ഒഴിവാക്കി. ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്നിപ്പം നമ്മൾ മുഖ്യമായി ചർച്ച ചെയ്തിട്ടുള്ളത് ഈ വക കാര്യങ്ങളെ കുറിച്ചാണ്. ഇന്നലത്തെ റിവ്യൂ മീറ്റിംഗിൽ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ചർച്ച ചെയ്ത് തീരുമാനം എടുത്തു. അതേസമയം സർക്കാരിന്റെ ഗുരുതര വീഴ്ച മറച്ചുവെക്കാൻ കളക്ടർ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല, നടപടി സ്വീകരിച്ചിട്ടില്ല എന്നീ കാര്യങ്ങൾ ഉയർത്തി പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ച കളക്ടറോടുള്ള വൈരാഗ്യം തീർക്കാനാണ് സർക്കാർ നീക്കം നടത്തുന്നതെന്നത് ഇതോടെ വ്യക്തമാവുകയാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പരവൂർ ദുരന്തത്തിൽ കാണാതായവരുടെയും തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെയും DNA പരിശോധനയ്ക്കുള്ള നടപടികൾ ആരംഭിച്ചു. കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് DNA സാമ്പിളുകൾ ശേഖരിക്കുന്നത്. തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പരിശോധന നടക്കുക. കൊല്ലം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ തിരിച്ചറിയാനാകാത്ത വിധം 9 മൃതദേഹങ്ങളും 11 ശരീരഭാഗങ്ങളുമാണ് ഉള്ളത്. ഇവയുടെയെല്ലാം DNA സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു. വെടിക്കെട്ടുണ്ടായ ശേഷം കാണാതായവരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഇവരുടെ DNA സാമ്പിളുകൾ ശേഖരിക്കും. ഇതിന് ജില്ലാ ആശുപത്രിയിൽ തന്നെ കൌണ്ടറുകൾ തുറന്നിട്ടുണ്ട്. തുടർന്ന് തിരുവനന്തപുരം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് DNA പരിശോധന നടക്കുക. വുമായി ബന്ധപ്പെട്ട് മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ റിലേറ്റീവ്സിന് എല്ലാം വന്ന് അവരുടെ ഈ DNA സാമ്പിൾ ശേഖരിച്ച് നമ്മുടെ കൈവശമുള്ള മൃതദേഹങ്ങളിൽ നിന്നും ശരീരാവശിഷ്ടങ്ങളിൽ നിന്നും DNA ശേഖരിച്ച് ഇത് പരിശോധന നടത്തി ഈ മരണപ്പെട്ടത് അവരെ കണ്ടുപിടിക്കുന്ന ഒരു വലിയ പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ആളുകളെ തിരിച്ചറിയാൻ പറ്റുന്ന എല്ലാ സഹായവും ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കൊല്ലത്ത് 7 പേരുടെ DNA സാമ്പിളുകളാണ് ശേഖരിച്ചത്. 16 പേരെയാണ് കാണാതായതായി പരാതിയുള്ളത്. സാമ്പിളുകൾ ചേർന്നാൽ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
പരവൂർ ദുരന്തത്തിന്റെ ഉത്തരവാദി സർക്കാരെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. അപകടത്തിന്റെ ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കണമെന്നും വെടിക്കെട്ട് തടയാൻ ഉത്തരവിട്ടവരെ നിശബ്ദരാക്കിയതിന്റെ ഫലമാണ് അപകടമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഹൈക്കോടതിയുടെ വിമർശനം സർക്കാരിനെതിരെയാണ് വലിയ തോതിൽ ഉയർന്നിട്ടുള്ളത്. അവിടെ നടന്ന കാര്യങ്ങളാകെ പരിശോധിച്ചാൽ സർക്കാരാണ് പലരെയും നിശബ്ദമാക്കിയത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഉത്തരവാദിത്വം സർക്കാർ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത്. സർക്കാരിൻ്റെ ഇടപെടലിലൂടെ നേരത്തെ ഇത് തടഞ്ഞവരെ അടക്കം നിശബ്ദമാക്കിയതിൻ്റെ ഭാഗമായി സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് സർക്കാരാണ് ഉത്തരവാദി എന്ന് പറയുന്നത്. സമ്പൂർണ്ണ വെടിക്കെട്ട് നിരോധനം ഏർപ്പെടുത്തണമെന്ന് DGP TP സെൻകുമാർ. പോലീസിന്റെ ഈ നിലപാട് DGP അഡ്വക്കേറ്റ് ജനറലിനെ അറിയിച്ചു. ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്നതിന്റെ മുന്നോടിയായാണ് AGയെ നിലപാട് അറിയിച്ചത്. വെടിക്കെട്ടുകൾ പൂർണ്ണമായി നിരോധിക്കുക മാത്രമാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയെന്ന് DGP വ്യക്തമാക്കി. വെടിക്കെട്ടിന് അനധികൃത വസ്തുക്കൾ ഉപയോഗിക്കുന്നുവോ എന്ന് പരിശോധിക്കാൻ പോലീസിന് പരിമിതിയുണ്ടെന്നും DGP വ്യക്തമാക്കി. തൃശൂർ പൂരം വെടിക്കെട്ടിന് നിബന്ധനകൾ കർശനമാക്കി തൃശൂർ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. നിയമവിധേയമായ അളവിലെ വെടിമരുന്ന് സൂക്ഷിക്കാനാകൂ എന്നും വെടിപ്പുരയുടെ താക്കോൽ തഹസിൽദാർക്ക് കൈമാറണമെന്നും നിർദ്ദേശം. വെടിക്കെട്ട് നടത്തിപ്പിൽ ഉദ്യോഗസ്ഥർക്കൊപ്പം ദേവസ്വം ഭാരവാഹികൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്നും ഉത്തരവിൽ വ്യക്തമാക്കി. പൂരം മുടങ്ങിയാൽ നാടിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിൽ കറുത്ത അധ്യായമാകുമെന്ന് തൃശൂർ അതിരൂപത ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പ്രസ്താവന. തൃശൂർ പൂരം വെടിക്കെട്ട് സംബന്ധിച്ച് അനിശ്ചിതത്വങ്ങൾ തുടരവെയാണ് നിബന്ധനകൾ കർശനമാക്കി ജില്ലാ കളക്ടർ A രതീശന്റെ ഉത്തരവിറങ്ങിയത്. അനുവദനീയമായ അളവിലെ വെടിമരുന്ന് സൂക്ഷിക്കാനാകുമെന്ന് ഇരു ദേവസ്വങ്ങളും ഉറപ്പുവരുത്തണം. വെടിമരുന്ന് പുരയുടെ പൂർണ്ണ നിയന്ത്രണം ഉദ്യോഗസ്ഥരിലും എക്സ്പ്ലോസീവ് ഡിപ്പാർട്ട്മെന്റിലുമായിരിക്കും. റവന്യൂ, പോലീസ്, എക്സ്പ്ലോസീവ്, ദേവസ്വം അധികൃതരുടെ സാന്നിധ്യത്തിൽ മാത്രമേ വെടിക്കെട്ട് പുര തുറക്കാനാവൂ. വെടിമരുന്നുകൾ സംബന്ധിച്ച കൃത്യമായ രേഖകൾ ദേവസ്വം സൂക്ഷിക്കണം. ദുരന്ത നിവാരണ നിയമത്തിന്റെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കളക്ടർ A രതീശന്റെ ഉത്തരവ്. ഹൈക്കോടതി ഉത്തരവ് പ്രതികൂലമായ സാഹചര്യത്തിൽ പൂരം ചടങ്ങിൽ മാത്രമായി ഒതുക്കേണ്ടി വരുമെന്ന ദേവസ്വങ്ങൾ നിലപാടെടുത്ത സാഹചര്യത്തിലാണ് കളക്ടർ നിബന്ധനകൾ കർശനമാക്കിയത്. അതേസമയം പൂരം മുടങ്ങരുതെന്ന തൃശൂർ അതിരൂപത ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രസ്താവനയിറക്കി. പൂരം നടത്തിപ്പ് തടസ്സപ്പെട്ടാൽ നാടിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിൽ കറുത്ത അധ്യായമാകുമെന്ന് ആൻഡ്രൂസ് താഴത്ത് അഭിപ്രായപ്പെട്ടു. രാത്രി വെടിക്കെട്ട് സംബന്ധിച്ച കേസ് നാളെ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള ഘടകപൂരങ്ങൾ ചടങ്ങ് മാത്രമാക്കാൻ പൂരസംഘാടക സമിതിയുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. വെടിക്കെട്ട് നിരോധനത്തിന് ഇളവ് ലഭിച്ചില്ലെങ്കിൽ പൂരം ചടങ്ങ് മാത്രമാകും. സംഘാടക സമിതിയുടെ ഈ തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കും. അതിനിടെ വെടിക്കെട്ട് നിരോധിക്കാനുള്ള കേസിൽ കക്ഷി ചേരാൻ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു. രാത്രി വെടിക്കെട്ടും ആന എഴുന്നള്ളിപ്പും നിരോധിച്ച ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് കേസിൽ കക്ഷി ചേരാൻ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയത്. നിരോധനത്തിന്റെ പരിധിയിൽ നിന്ന് തൃശൂർ പൂരം വെടിക്കെട്ടിനെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അപേക്ഷ. കേസ് നാളെ പരിഗണിക്കുമ്പോൾ ദേവസ്വം പ്രതിനിധികൾ കോടതിയിൽ എതിർവാദങ്ങൾ ഉന്നയിക്കും. വെടിക്കെട്ട് നടത്താനായില്ലെങ്കിൽ പൂരം ചടങ്ങ് മാത്രമായി ഒതുക്കി നിർത്തേണ്ടി വരുമെന്ന പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങളുടെ തീരുമാനത്തിൽ ഘടകപൂരങ്ങൾ പിന്തുണ നൽകി. അനുകൂല നടപടികൾ ഉണ്ടായില്ലെങ്കിൽ 8 ഘടകക്ഷേത്രങ്ങളിലും പൂരം ചടങ്ങിൽ ഒതുങ്ങും. അവര് പറഞ്ഞത് ഒരാനപ്പുറത്ത് പൂരം നടത്താൻ നിർബന്ധിതരാവുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരാനപ്പുറത്ത് ചടങ്ങ് മാത്രമായി പൂരം നടത്തുന്നതാണ്. അതേസമയം വെടിക്കെട്ട് നടത്തുമെങ്കിൽ സാധ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ KG സൈമൺ അറിയിച്ചു. ഞങ്ങളുടെ സുരക്ഷ എന്നുള്ളത്, പോലീസ് സുരക്ഷാ ക്രമീകരണം എന്നുള്ളത് വളരെ ഫുൾപ്രൂഫായിട്ട് തന്നെ ഞങ്ങൾ നടപ്പാക്കി ശ്രദ്ധാലുക്കളാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുള്ള സുരക്ഷയാണ് ആസൂത്രണം ചെയ്യുന്നത്. കോടതി നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കും. പറവൂർ വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കാണികളെ കൂടുതൽ ദൂരത്തേക്ക് മാറ്റി നിർത്താനും ക്രമീകരണങ്ങൾ നടത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പരവൂർ വെടിക്കെട്ടിലെ രണ്ടാമത്തെ കരാറുകാരൻ കൃഷ്ണൻകുട്ടി എവിടെയെന്നതിൽ ദുരൂഹത. കരാറുകാരൻ കൃഷ്ണൻകുട്ടി മരിച്ചുവെന്നാണ് അപകടത്തിന് ശേഷം പോലീസ് ആദ്യം നൽകിയിരുന്ന വിവരം. എന്നാൽ ഇപ്പോൾ കൃഷ്ണൻകുട്ടിയെപ്പറ്റി വിവരമില്ലെന്നാണ് പോലീസിന്റെ ഭാഷ്യം. അപകട ദിവസം പുലർച്ചെ കൃഷ്ണൻകുട്ടിയെ വർക്കലയിൽ കണ്ടതായും നാട്ടുകാർ പറയുന്നു. പരവൂർ വെടിക്കെട്ട് ദുരന്തത്തിന് ഉത്തരവാദി ആരെന്ന ചോദ്യം ബാക്കി നിൽക്കെ
രണ്ടാം കരാറുകാരൻ എവിടെയെന്നത് സംബന്ധിച്ച ദുരൂഹതയാണ് ഇപ്പോൾ പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. വെടിക്കെട്ടിൽ ഉഗ്രസ്ഫോടനശേഷിയുള്ള വസ്തുക്കൾ ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോഴും കരാറുകാരനായ വർക്കല സ്വദേശി കൃഷ്ണൻകുട്ടി അപകടത്തിൽ മരിച്ചോ ഇല്ലയോ എന്ന് ഭരണകൂടത്തിനും പോലീസിനും വ്യക്തതയില്ല. കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങളിലൊന്ന് കൃഷ്ണൻകുട്ടിയുടേതാണെന്ന് ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുമ്പോൾ കൃഷ്ണൻകുട്ടിയെക്കുറിച്ച് അറിയില്ലെന്നാണ് പോലീസിന്റെ ഭാഷ്യം. മാത്രമല്ല, അപകടം നടന്നതിന് ശേഷം കൃഷ്ണൻകുട്ടിയെയും ഭാര്യ അനാർക്കലിയെയും വർക്കലയിലെ വീട്ടിൽ കണ്ടതായി സമീപവാസികളും പറയുന്നു. എന്നാൽ ഇപ്പോൾ ഇവരെ മാത്രമല്ല, അടുത്ത ബന്ധുക്കളെ പോലും കണ്ടെത്താൻ പോലീസിന് ആകുന്നില്ല. ഇവരുടെ പരവൂരിലെ വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ 5 കിലോ കരിമരുന്നും അലുമിനിയം പൊടിയും 10 ചാക്കോളം പടക്കങ്ങളും അമ്മിട്ടുകളും പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. എന്നാൽ കൃഷ്ണൻകുട്ടി എവിടെയെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. കൃഷ്ണൻകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്ന കാര്യത്തിൽ പോലീസും നിഷ്ക്രിയത്വം കാണിക്കുന്നു. പരവൂരിൽ മത്സരക്കമ്പം തന്നെയാണ് നടന്നതെന്ന് തെളിഞ്ഞ സാഹചര്യത്തിലും നിരോധിത വെടിമരുന്നുകൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയ സാഹചര്യത്തിലും കൃഷ്ണൻകുട്ടിയുടെ തിരോധാനം വലിയ ദുരൂഹത തന്നെയാണ് ബാക്കിവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്. ഏഷ്യാനെറ്റ് MD കെ മാധവൻ സ്റ്റാർ ഇന്ത്യയുടെ ദക്ഷിണേന്ത്യൻ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായി. നിലവിൽ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫെഡറേഷൻ ഡയറക്ടർ ബോർഡ് അംഗവും കേരള ടെലിവിഷൻ ഫെഡറേഷൻ പ്രസിഡന്റുമാണ്. ഭരണം സാധാരണക്കാർക്ക് ഗുണകരമായ രീതിയിൽ അനുഭവിക്കാനാകണം എന്നതാണ് ഇടതുപക്ഷത്തിന്റെ നയമെന്ന് പിണറായി വിജയൻ. കൈരളി TVയും ടൈംസ് ഓഫ് ഇന്ത്യയും ചേർന്ന് കൊച്ചിയിൽ സംഘടിപ്പിച്ച മീറ്റ് ദി ലീഡർ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു പിണറായി. കൈരളി TV MD ജോൺ ബ്രിട്ടാസ് മോഡറേറ്ററായിരുന്നു. വികസനം, അഴിമതി തുടങ്ങി മദ്യനയം വരെ സമസ്ത വിഷയങ്ങളും പരിപാടിയിൽ ചർച്ചയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് പ്രമുഖ നേതാക്കളെ ഉൾപ്പെടുത്തി മാനിഫെസ്റ്റോയി എന്ന പരിപാടി സംഘടിപ്പിച്ചത്. ആദ്യ ഭാഗത്തിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ അതിഥിയായി എത്തി. പ്രമുഖരുടെ ഒരു നിര തന്നെ പിണറായിയുമായി സംവദിക്കാൻ കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഹാളിൽ എത്തിയിരുന്നു. വികസനം, അഴിമതി തുടങ്ങി മദ്യനയം വരെ ചർച്ചയായി. വികസിത കേരളം കെട്ടിപ്പടുക്കുന്നത് സംബന്ധിച്ച് സുവ്യക്തമായ നിലപാടാണ് പിണറായി പങ്കുവച്ചത്. ഒരു IT സ്ഥാപനം ഒരിടത്ത് ആരംഭിക്കുന്നു വിചാരിക്കുക. അങ്ങനെ ആരംഭിക്കണമെങ്കിൽ അതിനാവശ്യമായ മറ്റ് സൗകര്യങ്ങൾ വികസിക്കണം. അതില്ലെങ്കിൽ വെറുതെ കമ്പനി വരണമെന്ന് വിചാരിച്ചാൽ കമ്പനി വരില്ല. പുതിയൊരു കോറിഡോറിനെ കുറിച്ചൊരു ചർച്ചയുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ ഇവർക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കുള്ളൊരു കോറിഡോർ. അതെ, അതുപോലെ LDFന്റെ മാനിഫെസ്റ്റോ വരുമ്പോൾ കുറെ കൂടി വ്യക്തത വരും അത്തരം കാര്യങ്ങളിൽ. വികസനത്തോടൊപ്പം ജനക്ഷേമവും മുഖ്യ കടമയാണെന്ന് പിണറായി പറഞ്ഞു. കൈരളി TV MD ജോൺ ബ്രിട്ടാസ് മോഡറേറ്ററായിരുന്നു. ദുർബലരായ വിഭാഗങ്ങൾക്ക് അവരെ ടാർഗറ്റ് ചെയ്യുന്നതിനുള്ള അതിനുള്ളൊരു എംഫസൈസ്, അത് LDF എപ്പോഴും അതിനാണ് മുൻഗണന കൊടുക്കുക. ഇതേവരെ അങ്ങനെ മുൻഗണന കൊടുത്തിട്ടുണ്ട്. ഈ ഇന്നത്തെ അവസ്ഥയിൽ കൂടുതൽ ദുർബലരായി പോയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ പ്രാധാന്യത്തോടെ തന്നെ ആ വിഭാഗത്തെ പുനരുദ്ധരിക്കാനുള്ള നടപടികൾ LDF സ്വീകരിക്കുക തന്നെ ചെയ്യും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, BJP സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ തുടങ്ങിയവരും വരും ദിവസങ്ങളിൽ മീറ്റ് ദ ലീഡർ പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രായഭേദമന്യേ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന കേസ് 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടു. ആചാരവും അനുഷ്ഠാനങ്ങളും ഭരണഘടനയുമായി ബന്ധപ്പെട്ടതാണെന്നും അതിനാൽ കേസ് 3-അംഗ ബെഞ്ചിൽ നിന്നും മാറ്റണമെന്നുമായിരുന്നു ആവശ്യം. ഇക്കാര്യം ആമിക്കസ് ക്യൂറിമാരിൽ ഒരാളായ അഡ്വക്കേറ്റ് രാമമൂർത്തി പിന്തുണച്ചു. എന്നാൽ ഈ ഘട്ടത്തിൽ ഈ ആവശ്യം പരിഗണിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേട്ടത്. സ്ത്രീ പ്രവേശന നിലപാട് പിന്തുണയ്ക്കുന്ന ആമിക്കസ് ക്യൂറി രാജു രാമചന്ദ്രൻ അടക്കമുള്ളവരുടെ വാദം തിങ്കളാഴ്ച കേൾക്കും. മുല്ലപ്പെരിയാർ കേസിൽ തമിഴ്നാടിന് തിരിച്ചടി. അണക്കെട്ടിന്റെ സുരക്ഷയ്ക്കായി കേന്ദ്രസേന വേണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം സുപ്രീംകോടതി തള്ളി. ഭരണഘടനാ ബെഞ്ചിന്റെ മുൻ ഉത്തരവിനെതിരെ തമിഴ്നാടിന് വേണമെങ്കിൽ പുനഃപരിശോധനാ ഹർജി നൽകാമെന്ന് ജസ്റ്റിസ് TS ഠാക്കൂർ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ആവശ്യം കോടതി തള്ളിയ സാഹചര്യത്തിൽ തമിഴ്നാട് ഹർജി പിൻവലിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് കേരള പോലീസിന്റെ സുരക്ഷ അപര്യാപ്തമാണെന്നും CISF പോലുള്ള കേന്ദ്രസേനയെ സുരക്ഷാ ചുമതല ഏൽപ്പിക്കണമെന്നുമായിരുന്നു തമിഴ്നാടിന്റെ ആവശ്യം. അണക്കെട്ടിന് ഭീകരാക്രമണ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പരിഗണിച്ച് ഇടക്കാല ഉത്തരവ് വേണമെന്ന് തമിഴ്നാട് വാദിച്ചു. എന്നാൽ ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ആവശ്യം തള്ളി. ഭരണഘടനാ ബെഞ്ചിന്റെ വിധി മാറ്റണമെങ്കിൽ പുനഃപരിശോധന ഹർജി നൽകണമെന്നും കോടതി വ്യക്തമാക്കി. മുല്ലപ്പെരിയാറിൽ പ്രത്യേക പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ടെന്നും കേന്ദ്രസേനയുടെ ആവശ്യമില്ലെന്നുമുള്ള നിലപാടാണ് കേരളം സ്വീകരിച്ചത്. പോലീസ് സുരക്ഷ ഉള്ളപ്പോൾ എന്തിനാണ് കേന്ദ്രസേനയെന്ന് നേരത്തെ ഹർജി പരിഗണിച്ചപ്പോൾ കോടതി ചോദിച്ചിരുന്നു. ആവശ്യം കോടതി തള്ളിയ സാഹചര്യത്തിൽ തമിഴ്നാട് ഹർജി പിൻവലിച്ചു.
ഭരണഘടനാ ബെഞ്ചിന്റെ വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് തമിഴ്നാടിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി.